നിങ്ങൾ ഈ ഒരു ഫ്രെയിം ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാണുന്ന പോലെ രണ്ട് സൈഡിലും പ്ലാന്റേഷൻസ് ആണ് റബ്ബറിന്റെ. അതിന്റെ ഇടയിൽ കൂടെയുള്ള ഈ ഒരു നാരോ റോഡിൽ കൂടെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് തന്നെ പോകണം. അപ്പൊ നമ്മൾ ഈ പോകുന്ന സമയത്ത് ഈ വ്യൂ ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഫീലിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്ന ഒരു വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് കണ്ടിട്ട് ഇതുവരെ മഴ പെയ്യാത്ത എന്താണെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. കറക്റ്റ് മഴ പെയ്തു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ അമ്പനാട് എൻട്രി പോയിന്റിലേക്ക് പോവാം. അങ്ങനെ കുറച്ച് മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇന്നാണ് ആ ദിവസം. ഞങ്ങൾ ഒരു കുഞ്ഞു ബൈക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത ദിവസം. രാവിലെ തന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കുള്ള കാഴ്ച ഇതാണ്. ഒരു മഴ പെയ്ത് തോന്നുന്ന നല്ല ബെസ്റ്റ് ക്ലൈമറ്റ്. അതിലെല്ലാത്തിനുപരി നമ്മുടെ R15 വീട്ടുമുറ്റത്ത് ഇതുപോലെ എന്തിനും റെഡിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയാതെ നമുക്ക് ഇറങ്ങാം. നമ്മളപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പനാട് ഹിൽസ് ആണ്. ട്രിവാൻഡ്രത്ത് നിന്ന് തെങ്കാശി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു അമ്പനാട് ഹിൽസ് എന്ന് പറയുന്ന സ്പോട്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നാൾ കൊണ്ട് റീൽസ് ഒക്കെ കണ്ട് എനിക്ക് അവിടെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നും ഞങ്ങൾ പോകുന്നത് ഞാനും എൻ്റെ ഒരു 3 ഫ്രണ്ട്സും കൂടെയാണ്. നമുക്ക് എന്തായാലും ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷം നോക്കാം. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും മീറ്റ് ചെയ്തു. അവരെല്ലാവരും ഫ്യൂൽ അടിക്കാൻ കയറിയൊക്കെയാണ്. എൻ്റെ ബൈക്ക് പിന്നെ ഇന്നലെ ഫുൾ ടാങ്ക് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഫ്യൂൽ അടിച്ചില്ല. അവരെല്ലാവരും ഫ്യൂൽ അടിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി പോവുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓടിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ടു തെങ്കാശി റൂട്ടാണ്. അപ്പോൾ ഈ ഒരു റോഡ് വളരെ ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ബൈക്ക് ഓടിക്കാൻ വേണ്ടി. പക്ഷെ കുറച്ച് കെയർഫുള്ളായിട്ട് ഓടിക്കുക. ഒരുപാട് ഹെവി വെഹിക്കിൾസ് പോകുന്ന റോഡാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ നല്ല കെയർഫുള്ളായിട്ട് തന്നെ ബൈക്ക് ഓടിക്കാൻ ശ്രമിക്കും. പിന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. ഇത് അഭിജിത്തും അജിത്തിന്റെ വൈഫും ആണ്. പിന്നെ ഈ കാണുന്ന നമ്മുടെ ചക്കു ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ചക്കു എന്ത് വന്നാലും AGV ഹെൽമെറ്റ് വയ്ക്കാതെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരില്ല. ഇപ്പോൾ വൈസർ ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ആള് മോൻ കാണിക്കാതെ പയ്യെ മുങ്ങിക്കളഞ്ഞ്. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഇതുപോലെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. നമ്മുടെ ഈ ഒരു മഴ സമയം കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഡൈവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ